നമസ്കാരം, എബിനാണ്, സ്വദേശം കൊട്ടാരക്കരയാണ്. നമുക്കൊരു ചെറിയ വീഡിയോ കണ്ടിട്ട് വരാം. കണ്ടല്ലോ, ഈ ബസ് പോകുന്നത് മഞ്ഞ ലൈൻ, 2 ലൈനുള്ള മഞ്ഞ ലൈനുള്ള ആ റോഡിലൂടെയാണ് ഈ ബസ് ഓവർടേക്ക് ചെയ്ത് പോകുന്നത്. ഈ ബസ് ഓവർടേക്ക് ചെയ്ത് പോകുന്നത് ആ ഡ്രൈവറിൻ്റെ അക്ഷന്തവ്യമായ തെറ്റാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അത് പറയാൻ വേണ്ടിയിട്ടല്ല, ഡ്രൈവറെ പറയാൻ വേണ്ടിയിട്ടല്ല ഞാനിത് ചെയ്തത്. നമ്മുടെ നാട്ടിൽ അതിനുള്ള സൗകര്യമേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ 1 മാസത്തിന് മുമ്പ് പത്തനംതിട്ട വഴി പോകുമ്പോൾ ഒരു ബസ് നിർത്തിയിട്ടേക്കാണ്. ആ ബസ് നിർത്തിയിട്ടേക്കുന്ന ആ സൈഡിലൂടെ ഓവർടേക്ക് ചെയ്ത് പോയി. അത് യെല്ലോ ലൈൻ ആയിരുന്നു കിടന്നത്. അത് ഓവർടേക്ക് ചെയ്ത് പോയപ്പം ആരോ ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ എങ്ങനെയോ ക്യാമറയിൽ വന്നു ലൈൻ ട്രാഫിക് ലംഘനം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു 250 രൂപ ഫൈൻ വന്നു. ഞാനത് അടയ്ക്കുകയും ചെയ്തു. അത് തെറ്റാണെങ്കിൽ ഇതും തെറ്റാണ്. ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാറ്, ഗതാഗത മന്ത്രി, നമുക്കിപ്പോൾ പുതിയൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം ഈ ലൈസൻസ് ഉള്ളവർ വീണ്ടും ഒരു ടെസ്റ്റ് ചെയ്ത് അത് പാസ്സായാലേ ഇനി വാഹനം ഓടിക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളൊരു പരിപാടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാറിനോട് പറയാനുള്ളത്, എൻ്റെ നാട്ടിലാണ്, എൻ്റെ നാടിൻ്റെ മന്ത്രിയാണ്, എൻ്റെ നാടിൻ്റെ MLA ആണ്. അദ്ദേഹത്തോട് സർവ്വ ബഹുമാനത്തോടും കൂടി എനിക്ക് പറയാനുള്ളത്, സാർ, ആദ്യം നിങ്ങൾ ഈ 2ാമത് ലൈസൻസിന് ടെസ്റ്റ് പാസ്സാക്കേണ്ടതും അവർക്ക് കൃത്യമായ ബോധവൽക്കരണം കൊടുക്കേണ്ടതും ഈ KSRTCയിൽ വണ്ടി ഓടിക്കുന്നവർക്ക് തന്നെയാണ്. അല്ലെങ്കിൽ അവരുടെ ആ ജോലിഭാരം കുറച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ പോകുന്നവർക്ക് ചിലപ്പോൾ അവർക്ക് ഓടി എത്തേണ്ട സമയം കൊണ്ട് അവർ ചിലപ്പോൾ ഓടും. മാക്സിമം ഈ പറയുന്ന ലൈൻ ട്രാഫിക്കൊക്കെ അവർ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലും വെച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലൈൻ ട്രാഫിക് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, വളവുകൾ നോക്കാതെ പോകുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് വേറൊരു പരിപാടികൾ വന്നു. അതായത് KSRTC ബസ് തടഞ്ഞിരിയോ അല്ലെങ്കിൽ അവർ അസഭ്യം പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ചോദ്യവും പറച്ചിലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് 5 വർഷത്തെ തടവാണെന്നൊക്കെ പറഞ്ഞൊരു പരിപാടി വന്നിട്ടുണ്ടായിരുന്നു. സാർ, എന്തായാലും ഇവരെ തടഞ്ഞിരുന്നോണ്ടോ അല്ലെങ്കിൽ ഇവരെ ചീത്ത വിളിക്കുന്നതോടോ ഒന്നും എനിക്ക് അഭിപ്രായമൊന്നുമില്ല. എന്നാലും ഞാൻ പറയുകയാണ്, ഈ നിയമങ്ങളൊക്കെ നമുക്ക് സംരക്ഷിക്കപ്പെടണമെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് ആരാണെന്നൊരു വലിയ ചോദ്യമുണ്ട്. ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാറ് ഈ MC റോഡ് വഴി ഒന്ന് പോയി കഴിഞ്ഞാൽ തന്നെ അറിയാം. MC റോഡ് വഴി അങ്ങയുടെ ഔദ്യോഗിക വാഹനത്തിനല്ല, സാധാരണ ഒരു ടാക്സി വിളിച്ചിട്ട്, ഒരു ഊബർ വിളിച്ചിട്ട് സാറൊന്ന് പോയി നോക്കണം. MC റോഡ് വഴി അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ ഒന്ന് പോയി നോക്കുമ്പോൾ സാറിന് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ, ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. MC റോഡിൻ്റെ എത്ര ബസ് സ്റ്റോപ്പുകളുണ്ട്, എത്ര ബസ് സ്റ്റോപ്പുകളിൽ കൃത്യമായി വാഹനം പാർക്ക് ചെയ്യാൻ, ഒരു ബസ് വന്നു കഴിഞ്ഞാൽ ആ ബസ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് എന്ന് അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ആ റോഡിന് നടുക്ക് വണ്ടി നിർത്തിയിട്ട് ആളെ എടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിലൂടെ വരുന്ന അത്രയും വാഹനങ്ങൾ, MC റോഡ് വഴി പോകുന്ന വാഹനങ്ങളുടെ എണ്ണം എടുത്താൽ ലക്ഷക്കണക്കിനാണ്. ചിലപ്പോൾ അത്രയും വാഹനങ്ങൾ അതിൻ്റെ പിന്നിൽ ബ്ലോക്കാവും. അങ്ങനെ പല ജംഗ്ഷനുകളിലും പല ടൗണുകളിലും ഇതേ സാഹചര്യം തന്നെയാണ്. ബസ് നിർത്താനുള്ള സൗകര്യമില്ല. അവർ ഓവർടേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിനിടയ്ക്കൂടെ ഇങ്ങനെ നിൽപ്പുണ്ട് ക്യാമറയും പിടിച്ചുകൊണ്ട്. അത് ക്യാമറ എടുത്ത് ഫോട്ടോ എടുക്കുന്ന ലൈൻ ട്രാഫിക്കിൻ്റെ ലംഘനമായെന്ന് പറഞ്ഞിട്ട് അതിന് ഫൈൻ അടിക്കാൻ വേറെ ആളുകൾ. അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ബസ് പോകുന്നുണ്ട്, സ്വിഫ്റ്റ് ബസ്. ഇതും ആ മഞ്ഞ ലൈൻ ക്രോസ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. ഇത് ആ ഡ്രൈവർമാർ ചെയ്യുന്ന വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഞാൻ ആദ്യം പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ തെറ്റാണെന്നൊന്നും തോന്നുന്നില്ല. പക്ഷേ അത് തെറ്റാവണമെങ്കിൽ അതിനുള്ള സാഹചര്യം, ഒരു സൈഡിലൂടെ തന്നെ ഒരു സൈഡിൽ 2 വാഹനം പോകാനുള്ള റോഡും അതിന് ലൈനും അതിൻ്റെ സെൻട്രലായിട്ട് കൃത്യമായി ലൈൻ ട്രാഫിക് വരച്ച രാജ്യങ്ങളിലാണ് ഈ ലൈൻ ട്രാഫിക് കൃത്യമായി പാലിക്കേണ്ടത്. ഇവിടെ കഷ്ടിച്ച് ഒരു ഓട്ടോറിക്ഷ പോയി കഴിഞ്ഞാൽ അതിനെ ഓവർടേക്ക് ചെയ്ത് പോകാൻ സ്ഥലമില്ലാത്തടത്ത് ഈ ലൈൻ ട്രാഫിക്കും കൊണ്ടുവന്ന് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നല്ലാണ്ട് എന്താ പ്രയോജനമുള്ളത്? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കേസാണ്. ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയാണ്, ഇത് തന്നെ ഇവിടെ നടക്കുന്നത്. താങ്ക് യു സോ മച്ച്.